ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഫിഷ് മസാല റോസ്റ്റാണ്. അതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക്. സ്റ്റൗ ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് ഒരു കപ്പ് ചെറിയ ഉള്ളി ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് ചെറിയ ഉള്ളിയുണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞത് ചേർത്ത് എന്നിട്ട് ഒന്ന് അതിലോട്ട് 4 പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം മൂത്ത മണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. ഇപ്പം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മുളകിൻ്റെയും മല്ലിയുടെയും പച്ചമണം മാറുന്നത് ഇളക്കി കൊടുക്കാം. ഇതിപ്പം മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളി, ഇപ്പം 2 തക്കാളി അടിച്ചതാണ്, തക്കാളി പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കാം. എല്ലാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മീൻ പീസസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാല ഇതിൻ്റെ മേലോട്ട് ചേർത്ത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നമുക്കിത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പോഴത്തേക്കും ഒരു തീ കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വലിയ തീയിലും പിന്നെ ഒരു 5 മിനിറ്റ് ചെറിയ തീയിലും കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് ഫിഷ് മസാല റെഡിയാവും. നമുക്കിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം. 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വലിയ ഫ്ലെയിമിൽ ഇപ്പോൾ 2 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ ഒന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മീനൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ ഒന്നും കൂടെ ഒരു 2 മിനിറ്റ് കൂടെ വേകണം. ഇതിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കുന്നത്. നിങ്ങളിത് കറിവേപ്പില ചേർക്കണം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നല്ല മസാലയൊക്കെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുകയാണ്. മീനൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫിഷ് മസാല റോസ്റ്റാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.